അല്ലസയിലെ ഇബ്രാഹിം പാലസിലാണുള്ളത്. വളരെ മനോഹരമായ ദീപാലങ്കൃതമായ ഒരു പുരാവസ്തു, ഒരുപക്ഷെ നാഷണൽ ഹെറിറ്റേജിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചരിത്ര സംരക്ഷിത സ്മാരകം. അത് അല്ലസയിലാണ്. അഫൂഫ് ഞങ്ങളിവിടെ എത്തിയത് രാത്രിയിലായതുകൊണ്ട് തന്നെ ഈ ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ മനോഹരമായ, അതുപോലെ ഈ കോട്ടയ്ക്കകത്തുള്ള ഒരു മസ്ജിദ്, അതുപോലെ തന്നെ അറബിക് മാതൃകയിലുള്ള മകുടങ്ങൾ, ഈ ചത്വരത്തിന് ഉള്ളിൽ വളരെ വിശാലമായ ഹാളുകൾ, അതുപോലെ സ്വകാര്യ മുറികൾ എന്ന് വേണ്ട ഒരു പൗരാണികതയെ ഓർമ്മപ്പെടുത്തുന്ന, അടയാളപ്പെടുത്തുന്ന നിരവധി എടുപ്പുകൾ ഇതിനുള്ളിലുണ്ട്. വളരെ മനോഹരമായ ഒരു നിർമ്മിതി. അതിൻ്റെ പ്രത്യേകത പലതും, ഇതിൻ്റെ ഇരുനില കെട്ടിടങ്ങൾ പലതും അതിൻ്റെ സീലിംഗ് എല്ലാം കോൺക്രീറ്റിന് എല്ലാം ചെയ്തിരിക്കുന്ന പനയോലകളും, അതുപോലെ പനയുടെ തടി കൊണ്ടുള്ള സീലിംഗ്, മരം കൊണ്ടുള്ള സീലിംഗ് എല്ലാം ഇതിനുണ്ട്. ഇതും കോൺക്രീറ്റ് എന്ന് പറയാൻ കഴിയില്ല, പഴയ കാലത്തെ വാസ്തുവിദ്യ. ഇപ്പോൾ തറയൊക്കെ പുതുക്കിയിട്ടുണ്ട്. ഇത് പലപ്പോഴും പുനർനിർമ്മിതിയാകാനാണ് സാധ്യത. എന്നിരുന്നാൽ തന്നെ ആ പഴമ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പല പണികളും ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വർണ്ണവിധാനങ്ങൾ തുളുമ്പുന്ന സ്ഫടികങ്ങൾ കൊണ്ട് നിർമ്മിതമായ ജനൽ പാളികൾ, അതുപോലെ വെൻറ്റിലേറ്ററുകൾ, ആവക്കുള്ളൊരു കൊട്ടാരത്തിൻ്റെ ഗരിമയൊക്കെ തോന്നിക്കുന്ന ഒരു നിർമ്മിതി. എന്നാൽ ഇതൊരു ചരിത്ര സ്മാരകമാണ്. എങ്കിലും അതുപോലെ തന്നെ ചരിത്ര സ്മാരകത്തിൻ്റെ ഓരം പറ്റിയൊരു തൂണിൻ്റെ മുകളിൽ കൂടുകൂട്ടിയിരിക്കുന്ന ഇണക്കിളികൾ, അവയ്ക്കും ഈ കൊട്ടാരത്തിൻ്റെ അവകാശികൾ അവർ കൂടിയാണ്.